അപ്പോൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഇതുപോലൊരു ചായ തയ്യാറാക്കി കുടിച്ചു നോക്കുക. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. തൊണ്ടവേദനയിൽ നിന്ന് ആശ്വാസം നൽകും, നല്ല ദഹനം നടക്കാനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ലെമൺ ടീ കുടിക്കുന്നത് കൊണ്ട്. ലെമൺ ടീ ഒട്ടുമിക്ക ആളുകളും കുടിച്ചിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും ലെമൺ ടീയെ കുറിച്ച് അറിയായിരിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ലെമൺ ടീ. പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും പനിയോ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ലെമൺ ടീ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ടും തൊണ്ടവേദനയൊക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഈ ലെമൺ ടീ സഹായിക്കും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ ലെമൺ ടീ എങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുക, പ്രോപ്പറായിട്ട് വീട്ടിൽ തയ്യാറാക്കുക എന്നറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു ലെമൺ ടീ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചായപ്പൊടി 1 സ്പൂൺ, കറുവപ്പട്ട 1/4 സ്പൂൺ, 1 ഗ്ലാസ് വെള്ളം, 1 സ്പൂൺ തേൻ, 1 സ്പൂൺ നാരങ്ങാ നീര്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലെമൺ ടീ തയ്യാറാക്കുക നോക്കാം. നമുക്ക് ഈ ചായ തയ്യാറാക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് എടുക്കുന്നുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാ ചേരുവകളും ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1/4 സ്പൂണോളം, വളരെ കുറച്ചാണ്, 1 ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ 1/4 സ്പൂൺ മാത്രം കറുവപ്പട്ട പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിന് ഇത് തന്നെ ധാരാളമാണ്. ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഡൈജഷനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചായ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ കറുവപ്പട്ടയുടെ ഗുണങ്ങൾ നന്നായിട്ട് ഈ ചായക്ക് കിട്ടണം. നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ അരിച്ചൊഴിക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുനാരങ്ങാ നീര് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൃത്യമായ അളവിൽ തന്നെ ചേർക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചെറുനാരങ്ങയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒക്കെ ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. 1/2 സ്പൂൺ മാത്രം തേനാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ലെമൺ ടീ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. അതുപോലെ ഈ ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. തൊണ്ടവേദനയിൽ നിന്ന് ആശ്വാസം നൽകും, നല്ല ദഹനം നടക്കാനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ലെമൺ ടീ കുടിക്കുന്നത് കൊണ്ട്. തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെമൺ ടീ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ലെമൺ ടീ നിങ്ങളും ഇനി വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഇതുപോലൊരു ചായ തയ്യാറാക്കി കുടിച്ചു നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.